നമസ്കാരം സുഹൃത്തുക്കളെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി എടുക്കാൻ നരേന്ദ്രമോദി യാതൊരു ലജ്ജയുമില്ലാതെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതുമാത്രവുമല്ല, മോദിയുടെ സിരകളിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് രക്തമല്ല, മറിച്ച് ചുടു സിന്ദൂരമാണ്. എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര തരം താഴുന്നത് എന്ന് വിവേകമുള്ളവർ എല്ലാം വീണ്ടും വീണ്ടും അതിശയിക്കുകയാണ്. അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ 200-ലധികം കിലോമീറ്റർ ഉള്ളിൽ പ്രവേശിച്ച് നിരപരാധികളായ 26 ഇന്ത്യക്കാരുടെ ജീവൻ തീവ്രവാദികൾ കവർന്നെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആക്രമണം തടയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുവരെയും ഇതിന് ഉത്തരവാദികളായ ഒരാളെ പോലും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ വധിക്കാനോ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല. ഇതിന് പ്രതിരോധമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുമേൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അപ്രതീക്ഷിതമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നിർത്തലാക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. ഇതുവരെയും ഈ തീവ്രവാദ ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങളെ കാണാനോ ഇതിൽ പരിക്കേറ്റ ആളുകളെ കാണാനോ നരേന്ദ്രമോദി കൂട്ടാക്കിയിട്ടില്ല. അത് മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇന്ത്യയും പാകിസ്ഥാനുമായി വെടിനിർത്തൽ നടപ്പിലാക്കിയിരിക്കുകയാണെന്ന് ആദ്യമേ പ്രസ്താവന ഇറക്കിയത്. അതായത് ഇന്ത്യക്കാർ പാകിസ്ഥാനും ഇന്ത്യയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നുമാണ്. പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ നരേന്ദ്രമോദി ആദ്യം ചെയ്തത് ബീഹാറിൽ പോയി ഇതിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയായിരുന്നു. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജസ്ഥാനിൽ ഒരു സർക്കാർ പരിപാടിയുമായി പോയ മോദി ഇന്ത്യൻ സൈന്യത്തിനെ മൊത്തമായി അപമാനിച്ചുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടി യാതൊരു നാണവുമില്ലാതെ പ്രസംഗിക്കുകയാണ്. ഓന്തിനെ പോലെ തരത്തിനൊത്ത് നിറം മാറുന്ന മോദിയുടെ മറ്റൊരു രൂപമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മോദി പ്രസംഗിക്കുന്നത് കേട്ടുകൊള്ളൂ. पाकिस्तान ने आतंकवाद को भारत के खिलाफ लड़ाई का हथियार बनाया है। आजादी के बाद पिछले कई दशकों से यही चला आ रहा था। पाकिस्तान आतंक फैलाता था, निर्दोष लोगों की हत्याएं करता था, भारत में डर का माहौल बनाता था। लेकिन पाकिस्तान एक बात भूल गया, अब मां भारती का सेवक मोदी यहां सीना तान कर खड़ा है। मोदी का दिमाग ठंडा है, ठंडा रहता है, लेकिन मोदी का लहू गर्म होता है। और अब तो मोदी की नसों में लहू नहीं, गरम सिंदूर बह रहा है। പാകിസ്ഥാൻ തീവ്രവാദത്തെ ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടത്തിലെ ആയുധമാക്കിയിരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ തീവ്രവാദ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു, നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യയിൽ ഭയത്തിന്റെ അന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഒരു കാര്യം മറന്നുപോയി. ഇപ്പോൾ ഭാരതാംബയുടെ സേവകൻ മോദി ഇവിടെ നെഞ്ചുവിരിച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം. മോദിയുടെ തലച്ചോറ് തണുത്തതാണ്, തണുത്തു തന്നെ ഇരിക്കും. പക്ഷെ മോദിയുടെ രക്തം ചൂടുപിടിക്കും. എന്നാൽ ഇപ്പോൾ മോദിയുടെ സിരകളിലൂടെ രക്തമല്ല പ്രവഹിക്കുന്നത്, മോദിയുടെ സിരകളിലൂടെ ചുടു സിന്ദൂരമാണ് പ്രവഹിക്കുന്നത്. വളരെ ആളുകളെ അവിടെ മോദി മോദി വിളിക്കാൻ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ആളുകൾക്ക് ഇത് അത്ര നല്ല കാര്യമായി തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ്. കിട്ടിയ അവസരത്തിൽ മണ്ടന്മാരായ ഭക്തരെ പറഞ്ഞു പറ്റിച്ച് പുണ്ണൻ തവളയെ പോലെ മോദി നെഞ്ചുവിരിച്ച് നിൽക്കുകയാണ്. എന്നാൽ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും വരുന്ന തീവ്രവാദികൾ ഇവിടെ ആക്രമണം നടത്തിയിട്ട് പുല്ലുപോലെ കടന്നു പോകും എന്നാണ് മോദി പറഞ്ഞത്. മന്ദഭക്തരെല്ലാം മോദി ഛർദ്ദിക്കുന്ന ഈ വാക്കുകൾ അതേപോലെ വിഴുങ്ങും എന്ന് മോദിക്കറിയാം. ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന പാകിസ്ഥാനെ രണ്ടായി മുറിച്ച് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ സൈന്യം നമ്മുടെ മുന്നിൽ മുട്ടുകുത്തിച്ചതാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ ആക്രമണം നടത്തി പുല്ലുപോലെ കടന്നു കളഞ്ഞിട്ട് ഒരു മാസമായിട്ടും അവരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അതുമാത്രവുമല്ല, അവിടുത്തെ തീവ്രവാദ ആക്രമണത്തിൽ വിധവകൾ ആയവരുടെ സിന്ദൂരത്തെ വരെ തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അതിക്രൂരവും നിന്ദ്യവുമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ മോദിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. മോദിയുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന സിന്ദൂരം വെള്ളത്തിൽ അലിയിച്ചതാണോ അതെയോ സിന്ദൂരത്തിന്റെ പൊടിയാണോ ഒഴുകുന്നത്? എന്തൊരു കഷ്ടമാണ് എന്ന് ഓർക്കണം.
മുമ്പൊരിക്കൽ മോദി പറഞ്ഞത് മോദിയുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് പണമാണ് എന്നാണ്. അത് കേട്ടുകൊള്ളൂ. मेरी ये इंप्रेशन है क्योंकि बीइंग ए गुजराती मेरे ब्लड में कॉमर्स है, मेरे ब्लड में मनी होता है और इसलिए मुझे इन चीजों को समझना बहुत स्वाभाविक होता है. ഒരു ഗുജറാത്തി എന്നുള്ള നിലയിൽ എന്റെ രക്തത്തിൽ കച്ചവടമാണ് ഉള്ളത്, എന്റെ രക്തത്തിൽ പണമാണ് ഉള്ളത്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്നത് വളരെ നാച്ചുറലാണ്. അപ്പോൾ മോദി ഒന്ന് വ്യക്തമായി പറയുമോ, പണമാണോ അതോ സിന്ദൂരമാണോ ഒഴുകുന്നതെന്ന്? അതെയോ അവസരത്തിനൊത്ത് ഒഴുകുന്നത് മാറി മാറി വരുമോ? ആരുടെ സിന്ദൂരമാണ് മോദിയുടെ സിരകളിലൂടെ ഒഴുകുന്നത്? വിവാഹം കഴിച്ചതിന് ശേഷം ഉപേക്ഷിച്ചു പോയ സ്വന്തം ഭാര്യയുടെ നെറ്റിയിലെ സിന്ദൂരമാണോ? ഇവിടെ മോദി പറയുന്ന മറ്റൊരു കാര്യം, പാകിസ്ഥാനെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 7 ഡെലിഗേഷനുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ന്. ഇത് പറയുന്നത് കേട്ടുകൊള്ളൂ. आपने देखा होगा पूरी दुनिया में पाकिस्तान की पोल खोलने के लिए हमारे देश के 7 अलग अलग प्रतिनिधिमंडल पूरे विश्व भर में पहुंच रहे हैं और इसमें देश के सभी राजनीतिक दलों के लोग हैं, विदेश नीति के जानकार हैं, गणमान्य नागरिक हैं. अब पाकिस्तान का असली चेहरा पूरी दुनिया को दिखाया जाएगा. എന്തുകൊണ്ടാണ് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഗതികേട് വന്നതെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. രാജ്യം പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയാണ് മോദിയുടെ കീഴിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ളതാണ് ചിന്തിക്കാൻ പറ്റാത്ത നിർലജ്ജമായ പ്രവൃത്തി. അത് കണ്ടുകൊള്ളൂ. दुनिया ने और देश के दुश्मनों ने भी देख लिया कि जब सिंदूर बारूद बन जाता है तो नतीजा क्या होता है. ഏപ്രിൽ 22-ന് തീവ്രവാദികൾ മതം ചോദിച്ച് നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം നശിപ്പിച്ചു. ലോകം മുഴുവനും അതുപോലെ രാജ്യത്തിന്റെ ശത്രുക്കളും സിന്ദൂരം വെടിമരുന്നാവുമ്പോൾ അതിന്റെ ഫലം എന്താകുമെന്ന് കണ്ടു. ഇത് പറഞ്ഞിട്ട് മോദി വിളിക്കുള്ള അവസരത്തിന് വേണ്ടി കുറെ നേരം മിണ്ടാതെ നിൽക്കുകയാണ്. ക്രിക്കറ്റ് കളിക്കിടെ ആളുകളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി ചിയർ ഗേൾസ് ഡാൻസ് കളിക്കുന്നത് പോലെ അവിടെ ആളുകളുടെ ഇടയിൽ പല ആളുകളെ ഇങ്ങനെ മോദി വിളിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് കൈകൂപ്പി എല്ലാവരുടെയും പ്രോത്സാഹനം മേടിക്കുന്ന രംഗം എത്ര തരം താണതാണ് എന്ന് നോക്കിക്കേ. ഇത് കാണിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നത് എങ്ങനെയുള്ള ആളുകളാണ് എന്ന്. അല്പത്തരത്തിന് അതിർവരമ്പുകളില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി പദം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു മാന്യതയും വിലയുമില്ലേ? ഇവിടെ എല്ലാവരുടെയും അനുമോദനം ഇങ്ങനെ അല്പന്മാരെ പോലെ മേടിക്കുന്ന മോദി പഹൽഗാമിൽ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ ആളുകളുടെയും അവരുടെ കുടുംബങ്ങളെയും കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്യുന്നത്? എവിടെയാണ് അവർക്ക് നീതി? ഒരാൾക്കെതിരെ ആരെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ അതിന് ഉത്തരവാദികളായവർക്ക് ശിക്ഷ നൽകണം. അല്ലാതെ ഏതെങ്കിലും ആളുകൾക്ക് ശിക്ഷ നൽകിയാൽ ഈ കുറ്റകൃത്യം ചെയ്തവർക്കുള്ള ശിക്ഷയാവില്ല. ഇത് മാത്രവുമല്ല, രാജ്യമെമ്പാടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ മോദിയുടെ പോസ്റ്ററുകൾ സ്ഥാപിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെയും ഇന്ത്യയുടെ സൈന്യത്തെയും അപമാനിക്കുകയാണ് BJPയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് തരം താഴാൻ മടിയില്ലേ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവർ എല്ലാം തരം താണവർ ആയതുകൊണ്ട് ഇത്തരം തരം താണ പ്രവൃത്തികൾ മാസ്റ്റർ സ്ട്രോക്കുകളായി മാത്രമേ അവർക്ക് മനസ്സിലാവൂ. അല്ലാതെ ഇത് അല്പത്തരമാണ്
ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകമുള്ള ഒരുത്തൻ പോലും ഇവരുടെ കൂട്ടത്തിൽ ഇല്ല. ഒരൊറ്റ മന്ദഭക്തർക്ക് പോലും ഇത് അല്പത്തരമാണ്, ഇത് മോശമാണ്, വൃത്തികേടാണ് എന്ന് തോന്നുകയില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയാം. അത്ര ദയനീയമാണ് അവരുടെ തലച്ചോറിന്റെ സ്ഥിതി. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുമ്പോൾ കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ നിങ്ങൾ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ രക്തഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ സിന്ദൂരം ഏത് ഗ്രൂപ്പാണ് എന്നായിരിക്കും ചോദിക്കുക. രക്തം ആവശ്യമുള്ളവർ ഞങ്ങൾക്ക് ഇന്ന ഗ്രൂപ്പിലുള്ള സിന്ദൂരം ആവശ്യമുണ്ട് എന്നാണ് ഇനി പറയേണ്ടത് എന്നാണ് എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?